പുനർജനി പദ്ധതി നമുക്കറിയാം, അതിൽ വീട് നിർമ്മിച്ചു നൽകുമെന്നതായിരുന്നു വാഗ്ദാനം. പക്ഷേ ആ വാഗ്ദാനം ചെയ്ത വീട് ലഭിക്കാത്തതിനെ തുടർന്ന് ഒരു ഗുണഭോക്താവ് മുഖ്യമന്ത്രിയെ നേരിട്ട് കാണാനെത്തി. പക്ഷെ അപ്പോൾ അവിടെ വെച്ച് അധിക്ഷേപം നേരിടേണ്ടി വന്നു, ഇറക്കി വിട്ടു എന്നതാണ് പറവൂർ സ്വദേശി ഉഷ ബേബിയുടെ പരാതി. വീട് വെക്കാൻ സ്വകാര്യ വ്യക്തി നൽകിയ സ്ഥലം പുനർജനി ട്രസ്റ്റിന്റെ പേരിൽ താൻ അറിയാതെ രജിസ്റ്റർ ചെയ്തു. വർഷങ്ങൾ കഴിഞ്ഞിട്ടും വീടുപണി തുടങ്ങാത്തതിനാൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ പരാതി പറഞ്ഞതിന്റെ വൈരാഗ്യത്തിൽ തന്നെ ഗുണഭോക്തൃ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയെന്നും ഉഷ റിപ്പോർട്ടറിനോട് പറഞ്ഞു. നമ്മുടെ മുഖ്യമന്ത്രിയെ കാണാനാണ് പോയത്. എനിക്കൊരു വീടിന് ഞാൻ പണ്ട് കൊടുത്തിരുന്നതാണ്. എനിക്ക് വീട് തരുവോ ഇല്ലയോ എന്നുള്ളതാണ്, അതറിയാനാണ് ഞാൻ പോയത്. മുഖ്യമന്ത്രി പറഞ്ഞത് എന്നാന്ന് പറഞ്ഞാൽ എൻ്റെ സൂക്കേട് തീർന്നു എന്നാണ് ആദ്യം എന്നോട് ചോദിച്ചൊരു വാക്ക്. എൻ്റെ കുഞ്ഞെൻ്റെ കൂടെയുണ്ട്, ഒരു 9 വയസ്സുള്ളൊരു കുഞ്ഞു കൂടെയുണ്ട്. അവളത് കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. രണ്ടാമത് എന്നു പറഞ്ഞാൽ ഞാൻ വാർത്ത കൊടുത്തു, ചാനലുകാരോട് വാർത്ത കൊടുത്തു എന്നും പറഞ്ഞ് നിങ്ങളുടെ വലിയ സൂക്കേട് തീരട്ടെ എന്നാണ് അയാൾ എന്നോട് പറഞ്ഞത്. ഞാൻ അപ്പം തന്നെ പോലീസുകാർ വന്നു എന്നെ ഇറക്കി വിടുമായിരുന്നു. എന്നോട് പറഞ്ഞു എനിക്ക് പൊക്കോളാൻ പറഞ്ഞു. ഞാനൊരു പരാതി പറഞ്ഞെന്നും പറഞ്ഞിട്ടാണ് എന്നെ ഒഴിവാക്കിയിട്ട് ബാക്കി 3 പേർക്ക് ഈ വീട് കൊടുത്തേക്കുന്നത്. സ്ഥലം എവിടെയെങ്കിലും കണ്ടെത്തിക്കഴിഞ്ഞാൽ വീട് തരാം എന്നും പറഞ്ഞിട്ടാണ് ഞാനിതിനിറങ്ങിയത്. ഇല്ല, ഞാൻ ഒട്ടും ഇറങ്ങൂലായിരുന്നു. ഇതിപ്പം ഞാൻ കഷ്ടപ്പെട്ടിട്ട് ബാക്കി 3 പേർക്കും ഇതിനകത്ത് വീട് എനിക്കില്ല. അതെന്താണ്? ഇതിനെന്താ ഒരു വിശദീകരണം പറയുന്നത്? എന്താ നിങ്ങൾക്ക് വീടില്ലാത്തതിനും? തരില്ല എന്ന് തന്നെ പറഞ്ഞു. തരില്ലെന്ന് തന്നെ ഉറപ്പിച്ചു പറഞ്ഞു. തിരുവനന്തപുരം പോയപ്പോൾ അവിടെ പോയപ്പോഴും ഇത് തന്നെ പറഞ്ഞു, എൻ്റെ സൂക്കേട് തീരട്ടെന്ന്. റാംഷ CP ആണ് ചേരുന്നത്. റാംഷ, എന്തൊരവസ്ഥയാണിത്? കാരണം അവർക്ക് വീടില്ലാത്തത് കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് കൊണ്ടായിരിക്കുമല്ലോ ഇത്തരത്തിൽ മറ്റൊരാളോട് സഹായം തേടേണ്ടി വരുന്നത്. പുനർജനി പദ്ധതിയിലെങ്കിൽ അങ്ങനെ ഒരു വീട് കിട്ടട്ടെ എന്ന് വിചാരിക്കുന്നത്. അവർക്ക് വീട് നൽകിയില്ലെന്ന് മാത്രമല്ല, അത് പരാതി പറഞ്ഞതിന് അധിക്ഷേപിക്കുകയാണ്, ഇറക്കി വിടുകയാണ് ചെയ്യുന്നത്. വിനിത, അതുതന്നെയാണ് മുഖ്യമന്ത്രി VD സതീശന്റെ മണ്ഡലമായ പറവൂരിൽ അദ്ദേഹം ഒരു അഭിമാന പദ്ധതിയായി അവതരിപ്പിച്ചതാണ് ഈ പുനർജനി പദ്ധതി. ആ പുനർജനി പദ്ധതിയുടെ ഭാഗമായി 2018 തനിക്കൊരു വീട് ലഭിക്കുമോ എന്ന് അന്വേഷിച്ച് ഈ ഉഷ ബേബി എന്ന ഈ സ്ത്രീ അവിടെ എത്തുന്നത്. പിന്നീട് ഇവർ അതിന്റെ പുറകെ നിരന്തരം നടന്നു. അങ്ങനെയാണ് ഒരു സ്ഥലമുണ്ടെങ്കിൽ വീട് ലഭിക്കും എന്ന് ഇവരോട് പറയുന്നത്. അങ്ങനെ ഇവർ തന്നെ മുൻകൈയെടുത്താണ് ഒരു സ്വകാര്യ വ്യക്തിയെ കണ്ട് അത് സ്ഥലം കണ്ടെത്തുകയും പിന്നീട് അവിടെ വീട് വെക്കാനുള്ള നിലയിലേക്ക് കാര്യങ്ങൾ മാറ്റുകയും ചെയ്തത്. പക്ഷേ ഈ സ്ഥലം പോലും താൻ അറിയാതെ പുനർജനി ട്രസ്റ്റിന്റെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്തു എന്നതാണ് ഇവർ പറയുന്നത്. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞും അവിടെ ഈ വീടിന്റെ പണി ആരംഭിക്കാത്തതിനെ തുടർന്നാണ് പിന്നീട് ഇവർ മുഖ്യമന്ത്രിയെ നേരിട്ട് കാണാൻ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ടെത്തിയത്. അപ്പോഴാണ് ഇവരെ ഈ നിലയിൽ അധിക്ഷേപിച്ച് ഇറക്കി വിടുന്ന സാഹചര്യം ഉണ്ടായത്. ഒരു മുഖ്യമന്ത്രി ഒരിക്കലും ഒരു സ്ത്രീയോട്, തന്നെ കാണാൻ വരുന്ന ഒരാളോട് പറയാൻ പാടില്ലാത്ത, ഉച്ചരിക്കാൻ പാടില്ലാത്ത വാക്കുകൾ ഉപയോഗിച്ചാണ് ഇവരെ അവിടെ നിന്നും അധിക്ഷേപിച്ച് ഇറക്കി വിട്ടത് എന്നതാണ് ഈ സ്ത്രീ കരഞ്ഞുകൊണ്ട് പറയുന്നത്. നിന്റെ സൂക്കേട് തീർന്നോ എന്നതായിരുന്നു മുഖ്യമന്ത്രി ഇവരോട് ചോദിച്ചത് എന്നതാണ് അവർ നമ്മളോട് കരഞ്ഞുകൊണ്ട് പറയുന്നത്. ഈ രീതിയിൽ വീട് നൽകിയില്ലെന്ന് മാത്രമല്ല, അവരെ സാന്ത്വനിപ്പിക്കുകയോ മറ്റൊരു മാർഗത്തിലൂടെ വീട് നൽകാമെന്ന് പറയുകയോ അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ പറയാം. അവരുടെ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്തുക എന്നതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് പരിശോധിക്കാമെന്ന് പറയാം, അതല്ലെങ്കിൽ മറ്റൊരാളെ അതിന് ചുമതലപ്പെടുത്താം, ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്താം. ഇതൊക്കെ ചെയ്യാമെന്നിരിക്കെ അതല്ലെങ്കിൽ മറ്റൊരു പദ്ധതിയിൽ ഉൾപ്പെടുത്താമെന്ന് പരിശോധിക്കാമെന്ന് പറഞ്ഞ് സാന്ത്വനിപ്പിക്കുകയെങ്കിലും ചെയ്യാം. അതിനു പകരമാണ് ഇങ്ങനെ അധിക്ഷേപം നൽകുന്നത്. മാത്രമല്ല, റാംഷ പറഞ്ഞതുപോലെ തന്നെ അവർ മുൻകൈയെടുത്താണ് ഈ സ്വകാര്യ വ്യക്തി ഈ ഭൂമി നൽകുന്നത്. അത് ട്രസ്റ്റിന്റെ പേരിലേക്ക് എഴുതി വാങ്ങിയിരിക്കുകയാണ്. തീർച്ചയായും വിനീത, അത് തന്നെയാണ്. അവർ മുൻകൈയെടുത്താണ് ഈ വീടിനു വേണ്ടിയുള്ള സ്ഥലം ഒരു സ്വകാര്യ വ്യക്തിയെ സമീപിച്ച് അത് നൽകാമെന്ന് അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു. പക്ഷെ ഒരു വിശ്വാസ്യതയ്ക്ക് വേണ്ടിയാണ് MLA-യുടെ ഓഫീസിൽ ചെന്ന് MLA-യുടെ ഓഫീസിലെ ജീവനക്കാരനെയും കൂട്ടി ഈ സ്ഥലം ഉടമസ്ഥനെ കാണുന്നത്. പിന്നീട് ഇതിന്റെ രജിസ്ട്രേഷനൊക്കെ നടന്നപ്പോൾ ഇവർ ഈ പുനർജനി ട്രസ്റ്റിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തു. അതിലൊന്നും ഇവർക്കൊരു പരാതിയുമില്ല. പക്ഷേ വീട് നൽകാൻ വേണ്ടി അവിടെ തീരുമാനിക്കുമ്പോൾ 4 പേർക്കാണ് അവിടെ ഗുണഭോക്താക്കളെ തീരുമാനിച്ചത്. അതിലൊന്ന് ഈ ഉഷ ഉൾപ്പെടെയുള്ള ആളുകളാണ്. പക്ഷേ
അവിടെ വീട് നിർമ്മാണം ആരംഭിച്ചില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പോൾ അവിടെ ഒരു വീട് നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട്. അത് പക്ഷേ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ വരുന്നതിന് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ്, മാസങ്ങൾക്ക് മുൻപ് മാത്രമാണ് അവിടെ ഈ വീട് പണി ആരംഭിച്ചത്. അത്രയും കാലം, അതായത് 2018 മുതൽ ഈ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നതിന് അടുത്ത ദിവസങ്ങളിൽ വരെ അവിടെ വീട് പണി ആരംഭിച്ചിരുന്നില്ല. അപ്പോഴാണ് ഇവർ പരാതിയുമായി പോകുന്നത്. അങ്ങനെ നിരന്തരം പരാതിയുമായി എത്തിയിട്ടും അങ്ങനെ ഒരു തരത്തിലുമുള്ള അനുകൂലമായ തീരുമാനങ്ങൾ ഇല്ലാതെ വന്നതോടുകൂടിയാണ് ഇവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഈ പരാതി ആദ്യമായി പറയുന്നത്. മാധ്യമങ്ങൾക്ക് മുന്നിൽ ഈ പരാതി വന്നതോടുകൂടി ഇത് വലിയ വാർത്തയായി അന്ന് വരികയും ചെയ്തതാണ്. ഇതിന്റെ വൈരാഗ്യത്തിലാണ് ഇവരെ മാത്രം ഒഴിവാക്കിക്കൊണ്ട് ബാക്കി 3 പേർക്ക് അവിടെ വീട് നൽകാൻ വേണ്ടി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഒരു മുഖ്യമന്ത്രി, ഒരു MLA ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത, ഒരിക്കലും കാണിക്കാൻ പാടില്ലാത്ത വകതിരിവാണ് ഇവിടെ ഈ കാര്യത്തിൽ കാണിച്ചിരിക്കുന്നത്. സ്വാഭാവികമാണ്, 2018 ഇവർ തന്നെ മുൻകൈയെടുത്തൊരു സ്ഥലം ഏർപ്പാട് ചെയ്യുന്നു, അതിന്റെ പുറകെ നടന്ന് അതിന്റെ കാര്യങ്ങൾ നീക്കുന്നു. പക്ഷേ വീട് പണി ആരംഭിക്കുന്നില്ല. വർഷങ്ങൾ കഴിഞ്ഞിട്ടും വീട് പണി ആരംഭിക്കുന്നില്ല. 5 വർഷത്തോളം ഇങ്ങനെ വെറുതെ പോകുന്നു. എന്നിട്ടും വീട് പണി ആരംഭിക്കുന്നില്ല എന്ന് വരുമ്പോഴാണ് ഇവർ സ്വാഭാവികമായും പ്രതികരിക്കും. സ്വാഭാവികമായും അവരുടെ സങ്കടം അവർ പറയും. അങ്ങനെയാണ് ഒരു മാധ്യമത്തിന് മുന്നിൽ അവരുടെ സങ്കടം പറഞ്ഞത്. അതിനെ ഒരു വൈരാഗ്യ ബുദ്ധിയോടുകൂടി ഒരു മുഖ്യമന്ത്രി, ഒരു MLA സമീപിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ മോശമായ ഒരു കാര്യമാണെന്ന് പറയാതിരിക്കാൻ വയ്യ. ആ നിലയിലാണ് VD സതീശൻ എന്ന മുഖ്യമന്ത്രി ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രയെ നേരിട്ട് കാണാൻ പോയ ആ സ്ത്രീക്ക് നേരെ അധിക്ഷേപകരമായ ഒരു പരാമർശം നടത്തി ഇറക്കിവിട്ടത്. അവർ പറയുന്നുണ്ട് അവരുടെ കൂടെ 9 വയസ്സുള്ള അവരുടെ പേരക്കുട്ടി കൂടി ഉണ്ടായിരുന്നു. ആ കുട്ടിയെ കൂടി കൂട്ടിയാണ് അവർ മുഖ്യമന്ത്രിയെ കാണാൻ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തുന്നത്. അവിടെ എത്തി മണിക്കൂറുകൾ അവിടെ കാത്തിരുന്നു. ഭക്ഷണം പോലും കഴിക്കാതെയാണ് അവർ കാത്തിരുന്നത് എന്നൊക്കെ അവർ നമ്മളോട് വിശദീകരിക്കുന്നുണ്ട്. അതിനൊടുവിലാണ് മുഖ്യമന്ത്രി ഇറങ്ങി വരുമ്പോൾ കാണുന്നത്. കണ്ട ഉടനെ ചോദിക്കുന്നത്, നിന്റെ സൂക്കേട് തീർന്നോ? നിന്റെ സൂക്കേട് തീർന്നിട്ട് വീട് തരാം എന്ന് പറയുന്ന നിലയിലേക്ക് ഒരു മുഖ്യമന്ത്രി എങ്ങനെയാണ് മാറുന്നത് എന്നതാണ് ഇവർ ചോദിക്കുന്നത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടിയാണ്. ഇത്തരത്തിൽ പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് നേരത്തെയും വലിയ വിവാദങ്ങൾ ഉയർന്നതും വീട് നിർമ്മാണം നടന്നിട്ടില്ല എന്ന വിവിധ വാർത്തകൾ വന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഈ ഘട്ടത്തിലും ഇതിൽ പ്രതികരിക്കാൻ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ വളരെ മോശമായ ഒരു സമീപനം ഈ സ്ത്രീയോടുൾപ്പെടെ സ്വീകരിച്ചു എന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഏതായാലും വലിയ നിലയിൽ ഇവർ സങ്കടപ്പെട്ടുകൊണ്ട് കരഞ്ഞുകൊണ്ടാണ് നമ്മളോട് ഇക്കാര്യങ്ങളെല്ലാം വിശദീകരിക്കുന്നത്. ഇപ്പോൾ ഏതായാലും അവർക്ക് ആ വീട് ലഭിക്കില്ല എന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. അവർ ആ നിലയിൽ അവർ പരുവപ്പെട്ടു കഴിഞ്ഞു. കാരണം അവരോട് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഏതായാലും വീട് നിങ്ങൾക്കില്ല എന്ന് പറഞ്ഞു. അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വീട് അവർക്ക് നൽകില്ല എന്ന് ഉറപ്പായിരിക്കുന്നു. റാംഷാ വിവരങ്ങൾ നൽകുന്നു. ഇതിൽ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാനുണ്ട്. ഒന്ന്, എന്തുകൊണ്ട് ഈ ഉഷയ്ക്ക് വീട് നൽകുന്നില്ല എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടണം. രണ്ടാമത്തെ ചോദ്യം, പരാതിയുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഒരു സ്ത്രീ എത്തുമ്പോൾ ഈ രീതിയിലാണോ പെരുമാറേണ്ടത് എന്നതുണ്ട്. മുഖ്യമന്ത്രിയാണോ ഈ രീതിയിൽ അധിക്ഷേപിച്ചത്? അങ്ങനെയാണ് ഉഷ പറയുന്നത്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു? മുഖ്യമന്ത്രിക്ക് ഉത്തരമുണ്ടോ? രണ്ടാമത്തെ കാര്യം, മുഖ്യമന്ത്രിയുടെ ഓഫീസാണെങ്കിൽ അതിൽ നടപടി ഉണ്ടാകുമെന്നറിയണം. ഏതായാലും ഇത്രയധികം ചർച്ച ചെയ്ത പുനർജനി പദ്ധതി, അതിൽ തട്ടിപ്പില്ലെന്ന് മുഖ്യമന്ത്രിക്ക് ക്ലീൻ ചിറ്റ് നൽകിയിട്ടുണ്ട് വിജിലൻസ്. അതൊരു ഭാഗത്ത് നടക്കട്ടെ. പക്ഷേ ഇത്തരത്തിൽ ആ ഗുണഭോക്താവിനെ, ആ വനിതയെ എന്തുകൊണ്ട് ഈ രീതിയിൽ അധിക്ഷേപിച്ചു? മുഖ്യമന്ത്രി ഉത്തരം പറയുമോ എന്ന് എനിക്കറിയില്ല. ശനിയാഴ്ചയാണിന്ന്. ബുധനാഴ്ച മന്ത്രിസഭാ യോഗത്തിന് ശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ മാത്രമേ മുഖ്യമന്ത്രി സാധാരണ പ്രതികരിക്കാറുള്ളൂ. ഏതായാലും ഈ വിഷയവും നമുക്ക് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്താം. എന്താണ് ഉത്തരമെന്ന് കാത്തിരിക്കാം. എന്തെങ്കിലും തരത്തിൽ ഉത്തരം കിട്ടുമോ എന്ന് നമുക്ക് കാണാം. ഏതായാലും ഉഷയുടെ കണ്ണീർ അതവിടെ പൊതുസമൂഹത്തിലുണ്ട്. അവരുടെ പരാതിയുണ്ട്. അതിന് പരിഹാരം ഉണ്ടായേ മതിയാകൂ. വീടില്ലാതെ ദുരിതം അനുഭവിക്കുന്ന ഒരു സ്ത്രീയാണ് ഈ രീതിയിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. അവരെയാണ് അധിക്ഷേപിച്ച് ഇറക്കി വിട്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി മറുപടി പറഞ്ഞേ മതിയാകും. മറ്റൊരു